എല്ലാവർക്കും നമസ്കാരം. പോഷൻ മിഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നമ്മളിലേക്ക് എത്തിച്ചത്. കൃത്യമായ രേഖപ്പെടുത്തലുകൾ പോഷൻ ട്രാക്കറിൽ ഉറപ്പാക്കുന്നതിന് നിങ്ങൾക്ക് പോഷക ഭാഷ എന്ന ഈ ചാനൽ ഒരുപാട് ഉപകരിക്കുന്നുണ്ട് എന്നുള്ളതിൽ അതിയായ സന്തോഷം പങ്കുവെക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ ഒരുപാട് ടീച്ചേഴ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഒരുപാട് ടീച്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളോട് കൂടെ കൂടുക. തുടർന്ന് വരുന്ന എല്ലാ അപ്ഡേഷനുകളും കൃത്യമായി യഥാസമയം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും അത് തെറ്റുകൂടാതെ നിങ്ങളുടെ അംഗനവാടി പ്രവർത്തനങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്നതിനും നിങ്ങൾക്ക് ഉപകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങുന്നത് നിങ്ങളെ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്യണം. പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്ന് കാണുന്ന ഈ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഒന്നിൽ കൂടുതൽ ഗുണഭോക്താക്കളുടെ പേരുകൾ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആരാണ്, എന്തിനാണ്, എപ്പോഴാണ് ഇവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല. എന്നാൽ പോഷൻ ട്രാക്കറിൻ്റെ ഡാഷ്ബോർഡ് സംവിധാനം CDPO സൂപ്പർവൈസർ ലോഗിൽ ചെക്ക് ചെയ്യുന്ന സമയം ഈ ഗുണഭോക്താക്കളെ ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളെ പോഷൻ ട്രാക്കറിനകത്ത് ഒരു ലിസ്റ്റായി തന്നെ ഇവരവിടെ ഉണ്ടാവും. ഈ പാത പോലെ നീണ്ടു നിൽക്കുന്ന ഈ ലിസ്റ്റിലെ ഗുണഭോക്താക്കളൊക്കെ തന്നെ നിലവിൽ ഏതെങ്കിലും സെൻട്രൽ ഗുണഭോക്താവാണോ അല്ലയോ എന്നുള്ള ഒരു നിശ്ചയവും നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ ബോധ്യം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ലിസ്റ്റുകളിൽ നിന്ന് കൃത്യമായി എന്തിനാണ് ഏതിനാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്തിനാണ് ഇത്രമാത്രം ഗുണഭോക്താക്കൾ നിങ്ങളുടെ പോഷൻ ട്രാക്കറിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. കൃത്യമായി മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ എന്തിനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ളത് താൽക്കാലികമായി ഒരു ഗുണഭോക്താവിനെ മാറ്റി നിർത്താനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. അല്ലാതെ ഒരു ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി കിട്ടുന്ന ആധാർ രേഖ കിട്ടാത്ത സമയത്തോ അവരുടെ FRS കിട്ടാത്ത സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖ, അതായത് വാക്സിനേഷൻ, LMP തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡീറ്റെയിൽ കിട്ടാത്ത സമയം ടീച്ചർ മാറ്റി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനായിട്ട് ഈ ഒരു മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിനെ നിങ്ങൾ കണക്കാക്കാൻ സാധിക്കില്ല. കൃത്യമായി അറിഞ്ഞിരിക്കുക. മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ഇന്ന് ഒരു അംഗൻവാടിയിലും സ്ഥാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എങ്ങനെയാണ് എന്നുള്ളത് ടീച്ചേഴ്സ് ഈ വീഡിയോയിലുടനീളം തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, പോഷൻ ട്രാക്കറിനകത്ത് ടീച്ചർ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ ഗുണഭോക്താവിൻ്റെ കാലാവധി കഴിയുമ്പോഴാണ്, അതായത് ടെന്യൂർ അവസാനിക്കുമ്പോഴാണ് ആ ഗുണഭോക്താവ് പോഷൻ ട്രാക്കർ എന്ന സിസ്റ്റത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ആ ഗുണഭോക്താവിനെ നമ്മൾ മാറ്റണം. മുൻപൊക്കെ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അത് എടുത്തു കളഞ്ഞത് തന്നെ അകാരണമായി ഒരു ഗുണഭോക്താവിനെയും തങ്ങളുടെ പോഷൻ ട്രാക്കറിൽ നിന്നോ സെൻട്രലിൽ നിന്നോ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുള്ളത്. അതിന് പകരമാണ് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ള സംവിധാനം ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഡിലീറ്റ് എന്ന ഓപ്ഷനുമായി ഒരിക്കലും തന്നെ കണക്ഷൻ വരുന്നില്ല, അല്ലെങ്കിൽ സാമ്യമാക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ഗുണഭോക്താവിനെ താൽക്കാലികമായി ഒരു മാസത്തിന് താഴെ മാത്രം മാറ്റി നിർത്തുന്ന ഒരു ഓപ്ഷനാണ് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ. അതായത് ഒരു ഗുണഭോക്താവ് ടീച്ചറുടെ പ്രൊഫൈലിൽ ഉണ്ട് എന്ന് കരുതുക. ആ ഗുണഭോക്താവ് ഗർഭിണി ആയിക്കോട്ടെ, അവർ പറയുകയാണ് ഈ ഒരു മാസക്കാലം എനിക്ക് ഈ സെൻറ്ററിൽ നിന്നും ഒരു സേവനങ്ങളും വേണ്ട, ഈ ഒരു മാസം എനിക്ക് ചിലപ്പോൾ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട്, അത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഒരു മാസത്തിന് താഴെ മാത്രമാണ് അവരുടെ കൺസെൻറ്റോടുകൂടി എനിക്ക് അങ്കണവാടി സേവനങ്ങളൊന്നും തന്നെ വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ടീച്ചറുടെ മൈഗ്രേറ്റഡ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി താൽക്കാലികമായി മാറ്റി നിർത്തുന്നത്. ഇത്തരത്തിൽ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ തന്നെ കാണുകയില്ല. ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ മാസത്തിൽ പൊടി കൊടുക്കേണ്ട ആവശ്യം നമ്മൾക്കില്ല. അതേപോലെ തന്നെ അവർക്ക് വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല, വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ട ആവശ്യം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും നമ്മളിത് മാറ്റി നിർത്തുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഗുണഭോക്താവിൻ്റെ ഒരു മാസത്തെ ഒരു റെക്കോർഡും നമ്മൾക്കിവിടെ രേഖപ്പെടുത്താൻ കഴിയില്ല. കാരണം ഗുണഭോക്താവിനെ നമ്മൾക്ക് പരിധിയിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ടീച്ചർ ഹോം വിസിറ്റ് നടത്തുമ്പോഴായിരിക്കും അവരുടെ ആരോഗ്യനില നമ്മൾ പരിശോധിക്കുക,
അല്ലെങ്കിൽ വാക്സിനേഷൻ വിവരങ്ങളൊക്കെ തേടുക. പക്ഷേ ആ സാഹചര്യത്തിൽ ആ ഗുണഭോക്താവ് പരിധിയിലില്ലാത്ത സമയം നമ്മൾക്ക് ഈ പോഷൻ ട്രാക്കറിനകത്ത് ഈ കാര്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്താൻ കഴിയുകയില്ല. എന്നാൽ ഗുണഭോക്താവ് പറഞ്ഞത് പ്രകാരം ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ തിരിച്ചു വരും. ആ സാഹചര്യത്തിൽ ടീച്ചർക്ക് അവരെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത ആളെ മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കാനും സാധിക്കും. അതിന് വേറൊരു സെൻറ്ററിലെ ടീച്ചറുടെ സമ്മതപത്രം ആവശ്യമില്ല. കാരണം ടീച്ചറുടെ പോഷൻ ട്രാക്കറിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ടീച്ചറുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. 2024 മുതലുള്ള ആളുകളെ വരെ ടീച്ചർക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. കൃത്യമായി നോക്കുക. ആ ഗുണഭോക്താവിൻ്റെ പേര്, വയസ്സ്, ആ ഗുണഭോക്താവിൻ്റെ അമ്മയുടെയോ രക്ഷിതാക്കളുടെയോ ഹസ്ബൻഡിൻ്റെയോ പേര് കാണാം. മൈഗ്രേഷൻ ഡേറ്റ്, അതായത് ടീച്ചർ എന്നാണോ ഇവരെ പുറത്താക്കിയത്, അതായത് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തത്, ആ ഡേറ്റ് അവിടെ കാണാൻ സാധിക്കും. 2024 മുതൽ വരെയുള്ള ഗുണഭോക്താക്കൾ ഇപ്പോഴും ഒരു ബാധ്യതയായി തന്നെ ടീച്ചറുടെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഇത്തരം രീതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അതിനാണ് ഈ സെഷൻ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. ഒരു മാസത്തിൽ താഴെ മാത്രം ഗുണഭോക്താവിൻ്റെ സമ്മതപ്രകാരം വേറെ സെൻറ്ററിലോട്ട് പോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് സേവനം വാങ്ങുകയോ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ആയതുകൊണ്ട് എന്നെ ഇവിടെ നിലനിർത്തണം, ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരും എന്നുള്ള സാഹചര്യത്തിലാണ് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്നാൽ ഒരു മാസത്തിൽ കൂടുതൽ അവർ പറയുകയാണ്, ഒരു മാസത്തിൽ കൂടുതൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, മറ്റു സെൻറ്ററിലേക്ക് പോയി ആ സെൻറ്ററിൽ നിന്നാണ് സേവനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ബന്ധപ്പെട്ട ആ പോകുന്ന സെൻറ്ററിലെ ടീച്ചറോട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ഇവരെ അങ്ങോട്ട് സ്വീകരിക്കാൻ പറയണം. ഇത്തരത്തിൽ സ്വീകരിക്കാൻ പറയുന്ന സമയം തന്നെ ടീച്ചർമാർ ചെയ്യുന്ന സാധാരണ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ബെനിഫിഷ്യറി ലിസ്റ്റിലുള്ള ഈ ഗുണഭോക്താവിനെ ഇത്തരം രീതിയിൽ മൈഗ്രേറ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ഈ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് സാധാരണ കണ്ടുവരാറുള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. അതിന് തിരുത്തണം. കാരണം വേറെ സെൻറ്ററിലേക്ക് ടീച്ചർ ഒരു നിർദ്ദേശം കൊടുത്തു. ഈ ഗുണഭോക്താവിൻ്റെ സമ്മതപ്രകാരം അടുത്ത മാസം മുതൽ ആ സെൻറ്ററിലോട്ടാണ് അവർ വരുന്നത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ആ സെൻറ്ററിൽ, അതായത് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ആ ടീച്ചർ അവരെ AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അങ്ങോട്ട് സ്വീകരിക്കേണ്ടത്. ആ സാഹചര്യത്തിൽ നമ്മളെ നിലവിലുള്ള ടീച്ചർ ഇവരെ മൈഗ്രേറ്റഡ് ഔട്ട് ചെയ്യാൻ പാടുള്ളതല്ല. പകരം ആ ബെനിഫിഷ്യറി ലിസ്റ്റിൽ തന്നെ അവരെ നിലനിർത്തണം. ആ ടീച്ചർ AWC മൈഗ്രേഷൻ വഴി അങ്ങോട്ട് സ്വീകരിക്കുന്ന സമയം ഇവരെ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവരെ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ടീച്ചർ ബെനിഫിഷ്യറി ലിസ്റ്റിൽ തന്നെ നിലനിർത്തി അങ്ങോട്ട് ആ ടീച്ചർ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗുണഭോക്താവ് നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് മാഞ്ഞു പോവും, ആ സെൻറ്ററിലേക്ക് വരികയും ചെയ്യും. അല്ലാതെ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഈ ഗുണഭോക്താവിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ ഗുണഭോക്താവിനാണ് നഷ്ടങ്ങൾ മുഴുവൻ സംഭവിക്കുക. കാരണം മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ സെൻറ്ററിലെ ടീച്ചർക്ക് ആ ഗുണഭോക്താവിനെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ കാണില്ല. ആയതുകൊണ്ട് തന്നെ ഒരു സേവനങ്ങളും മാർക്ക് ചെയ്യാൻ കഴിയില്ല, കൊടുക്കാനും കഴിയില്ല. എന്നാൽ മറ്റുള്ള സെൻറ്ററിലെ ടീച്ചർ പോകുന്ന സെൻറ്ററിലെ ടീച്ചർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ സെൻറ്ററിൽ നിന്നും ആ ഗുണഭോക്താവിന് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ ഗുണഭോക്താവിനാണ് നഷ്ടം സംഭവിക്കുന്നത്. അത് നമ്മളുടെ ഭാഗത്ത് വരുന്ന ഒരു വീഴ്ചയാണ്. അതൊരിക്കലും തന്നെ ഈ സെഷനോടുകൂടി അത്തരത്തിലുള്ള ഒരു ഗുണഭോക്താവിനും THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുന്നതിന് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്താണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞു. അപ്പോൾ ഈ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിൽ 2 മാസത്തിൽ കൂടുതലുള്ള ഗുണഭോക്താക്കളെ നമ്മൾ നിലനിർത്തുന്നുണ്ടാവും. അത് കാരണം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഒരു ഗുണഭോക്താവ് പറയുകയാണ്, 2 മാസത്തിലേക്ക് ഞാൻ മറ്റുള്ള സെൻറ്ററിലേക്കോ വേറെ ഏത് ഭാഗത്തേക്കും പോകുന്നില്ല, പരിധി വിട്ട് ഞാൻ പോകുന്നുണ്ട്, ചിലപ്പോൾ ഗൾഫിലോട്ട് പോകുന്നുണ്ടായിരിക്കാം, എന്നിരുന്നാലും എനിക്ക് സേവനങ്ങളൊന്നും വേണ്ട, പക്ഷേ എന്നെ ഈ സെൻറ്ററിൽ നിലനിർത്തിയാൽ മതി എന്ന് ഗുണഭോക്താവ് പറയുന്ന സാഹചര്യത്തിലും ടീച്ചർക്ക് മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് നിലനിർത്താം. എന്നാൽ ആ ഗുണഭോക്താവിന് ആ 2 മാസ കാലയളവിൽ നമുക്ക് ഒന്നും തന്നെ കൊടുക്കാൻ കഴിയില്ല. ആ ഗുണഭോക്താവിന് പരാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ സെൻറ്ററിലേക്ക് സ്വീകരിക്കേണ്ടതായിട്ടും വരില്ല. ആ സാഹചര്യത്തിലും ടീച്ചർക്ക് ഇവരെ താൽക്കാലികമായിട്ട് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിലേക്ക് മാറ്റാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ കൃത്യമായി അറിഞ്ഞിരിക്കുക, ജനറലി ഇത് എല്ലാ ടീച്ചേഴ്സും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരു ഗുണഭോക്താവിന് കൃത്യമായിട്ട് ഏത് സെൻറ്ററിൽ നിന്നും സേവനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഉദാഹരണത്തിന് ഒരു ഗുണഭോക്താവ് 2 മാസം ഒരു സെൻറ്ററിൽ നിന്നും 3-ാമത്തെ മാസം വിരുന്ന് പോകുന്ന സമയം ഈ കുട്ടിക്ക് ആ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള അങ്കണവാടിയിൽ നിന്ന് സേവനം വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയം ടീച്ചർ നിർബന്ധമായിട്ടും ഇവരെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ തന്നെ നിലനിർത്തിയാൽ മാത്രമേ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് സ്വീകരിക്കുന്ന സമയം ഓട്ടോമാറ്റിക്കായി അങ്ങോട്ട് പോകും. പിന്നീടുള്ള സേവനങ്ങളൊക്കെ ആ സെൻറ്ററിലെ ടീച്ചറായിരിക്കും
കൊടുത്തു വരിക. അപ്പോൾ ഈ സാഹചര്യം ഉറപ്പാക്കുന്നതിന് പകരം ആ ടീച്ചർ ഇവരോട് പറയുന്നതിന് മുന്നേ തന്നെ നിലവിലെ ടീച്ചർ മൈഗ്രേറ്റഡ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ടീച്ചർക്ക് ഈ പറയുന്ന ഗുണഭോക്താവിന് സേവനങ്ങൾ കൊടുക്കാനോ രജിസ്ട്രേഷൻ ഉറപ്പാക്കാനോ സാധിക്കില്ല. പകരം ആ ടീച്ചർ ചെയ്യുന്നത് എന്തായിരിക്കും, ആ കുട്ടിയുടെ അമ്മയുടെ പേരിലായിരിക്കും നിലവിലെ സെൻറ്ററിലെ ടീച്ചർ ആ കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ സ്വീകരിക്കുന്ന ടീച്ചർ അത്തരത്തിൽ AWC മൈഗ്രേഷൻ ചെയ്യുമ്പോൾ അവിടെ മൈഗ്രേറ്റഡ് ഔട്ട് ആയതുകൊണ്ട് തന്നെ ആ കുട്ടി അങ്ങോട്ട് സ്വീകരിക്കാനും കഴിയില്ല. പകരം ആ ടീച്ചർ എന്ത് ചെയ്യും, ആ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി പുതിയ രജിസ്ട്രേഷൻ ആ ഭാഗത്ത് ഉറപ്പാക്കും. ഓർക്കുക, അപ്പോൾ 2 രജിസ്ട്രേഷൻ ഒരു കുട്ടിയുടെ പേരിൽ തന്നെ ഉണ്ടാവുന്നത് തെറ്റായി വരും. അപ്പോൾ ഈ കുട്ടിക്ക് നിലവിലെ സെൻറ്ററിലും അതേപോലെ തന്നെ പുതിയ സെൻറ്ററിലും ആ കുട്ടിയുടെ പേര് വരും. ഡബിൾ റേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. ആധാർ കാർഡ് വിവരങ്ങൾ 2ആയി അമ്മയുടെ പേരിൽ ഒരു സെൻറ്ററിലും കുട്ടിയുടെ പേരിൽ ഒരു സെൻറ്ററിലും 2 സെൻറ്റർ രജിസ്റ്റർ ചെയ്തത് ഒരു കുട്ടിയാണ്. ഒരു കുട്ടിക്കാണ് 2 ഭാഗത്ത് നിന്നും സേവനങ്ങൾ കിട്ടുന്നത്. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗുണഭോക്താവിൻ്റെ ആവശ്യപ്രകാരം ഒരു മാസത്തിൽ കൂടുതൽ അവർ വേറെ സെൻറ്ററിലേക്ക് പോകുന്നുണ്ട്, മറ്റു സെൻറ്ററിൽ നിന്നാണ് സേവനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഒരിക്കലും തന്നെ മൈഗ്രേറ്റഡ് ഔട്ട് ചെയ്യാതെ സ്വീകരിക്കുന്ന ടീച്ചറെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഇത് ഗുണഭോക്താവിനൊന്നും ഈ മൈഗ്രേറ്റഡ് ഔട്ട് എന്നോ മൈഗ്രേറ്റ് പ്രൊഫൈൽ എന്നോ AWC മൈഗ്രേഷൻ എന്നോ ഒന്നും തന്നെ അവർക്ക് അറിയില്ല. നിങ്ങൾക്കാണ് പോഷൻ ട്രാക്കറും പോഷൻ ട്രാക്കറിൻ്റെ പദങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സ്വീകരിക്കുന്ന ടീച്ചറിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഈ ഗുണഭോക്താവ് അടുത്ത മാസം മുതൽ ആ സെൻറ്ററിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ആ ഗുണഭോക്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കണം. ആ ഗുണഭോക്താവ് തന്നെ ആ സ്വീകരിക്കുന്ന ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരിക്കണം. ആ സാഹചര്യത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ധാരണയിൽ ഈ കുട്ടിയെ അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ സേവനം നിങ്ങൾ ഉറപ്പാക്കേണ്ടത്. ഈ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. താങ്ക്